ഞാൻ ചെയ്തെടുത്ത ഒരു സ്ക്വയർ നെക്ക് ഡിസൈനാണിത്. ഈ ഡിസൈൻ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ സ്ക്വയർ നെക്ക് ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള വിധം നോക്കാം. ഞാനൊരു സ്ക്വയർ നെക്ക് ഡിസൈൻ തയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഈ വൈറ്റ് കളറുള്ള നൂലാണ് ത്രെഡാണ് എടുത്തത്. അപ്പോൾ നോട്ട് ആദ്യം ചെയിനിട്ട് വയ്ക്കുക. ചെയിൻ എങ്ങനെയാ ഇതിൻ്റെ കുറച്ച് കൂടുതൽ, സാധാരണ 120 ചെയിനാണ് ഇടാറുള്ളത്. അത് മതിയാവില്ല, സ്ക്വയർ ആകുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ വേണം. അപ്പോൾ 130 10 ചെയിനും കൂടെ ജാസ്തി ഇട്ട് വയ്ക്കുക. അപ്പോൾ 130 ചെയിന് ടോട്ടൽ ഇട്ട് വയ്ക്കുക. എന്നിട്ട് വേണം അത് ചെയ്യണമെങ്കിൽ. അപ്പോൾ 130 ചെയിൻ ഇട്ട് വയ്ക്കുക ആദ്യം. അത്രയും നീളത്തിൽ ഞാൻ 130 ചെയിൻ ഇട്ട് വെച്ചു. ഇനി അടുത്തത് ചെയ്യുന്ന സിംഗിൾ ക്രോഷേ ചെയ്യും. ഓരോന്നിൻ്റെ ഉള്ളിൽ കൂടി, ഓരോ ചെയിനിൻ്റെ ഉള്ളിൽ കൂടി സിംഗിൾ ക്രോഷേ ചെയ്തെടുക്കുക. അപ്പോൾ സിംഗിൾ ക്രോഷേ ചെയ്യുന്ന സമയത്ത് ഒരു ഇത്ര നീളത്തിൽ ആദ്യം സിംഗിൾ ക്രോഷേ ചെയ്ത് വയ്ക്കുക. കണ്ടോ, ഈ നീളത്തിൽ ചെയ്ത് കാണിച്ചത്. സിംഗിൾ ക്രോഷേ ചെയ്തിട്ട് അതേമാതിരി ഇതിട്ട് ദേഷ്യത്തിലാണ്. ദേഷ്യം പിടിച്ചിട്ടാണ് ഇത് അത്രയും നീളത്തിൽ സിംഗിൾ ക്രോഷേ ചെയ്തെടുത്ത്. അപ്പോൾ സിംഗിൾ ക്രോഷേ ഇത്രയും നീളത്തിൽ ചെയ്തെടുക്കുന്ന സമയത്ത് ഈ ഇതിൻ്റെ മുകളിൽ നിന്നാണല്ലോ എടുത്തത്. ഈ സിംഗിൾ ക്രോഷേൻ്റെ ഇവിടെ ഒരു ചെയിൻ ഇടാം. ചെയിൻ ഇട്ടിട്ട് വീണ്ടും ഒരു സിംഗിൾ ക്രോഷേ അതിൻ്റെ മുകളിൽ തന്നെ ചെയ്തെടുക്കുക. ചെയിനിൻ്റെ മുകളിൽ തന്നെ ചെയ്തെടുക്കുക. കണ്ടോ, ഇതേമാതിരി വരും. അപ്പോൾ ചെയ്യുന്ന സമയത്ത് കണ്ടോ, ഒരു സിംഗിൾ ക്രോഷേ ചെയ്തെടുത്ത് ഒരു ചെയിന് കാണുന്നില്ല. കണ്ടോ, ഈ ചെയിനിട്ടിട്ട് വീണ്ടും ഒരു സിംഗിൾ ക്രോഷേ ചെയ്തെടുക്കുക. പിന്നെ അടുത്തതിൻ്റെ മുകളിൽ സിംഗിൾ ക്രോഷേ ചെയ്തെടുക്കുക. സാധാരണമാതിരി തന്നെ സിംഗിൾ. അപ്പോൾ ഇതാ ഈ സ്ക്വയറിൻ്റെ ഇത് വലിപ്പം വരുന്നത് കണ്ടോ, സ്ക്വയറായിട്ട് വരുന്ന അതിന് വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഒരിത്ര നീളത്തിൽ ഇത്രയും നീളത്തിൽ സിംഗിൾ ക്രോഷേ ചെയ്തെടുക്കുക. സിംഗിൾ ക്രോഷേ ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം. അതേമാതിരി ഞാൻ ഇത്രയും നീളത്തിൽ ചെയിൻ എണ്ണിയിട്ടില്ല, ഞാൻ മറന്നുപോയി. ഇത്രയും നീളത്തിൽ ചെയിനിട്ട് വെച്ചു. അപ്പോൾ അതവിടെ ഇവിടെ വരെ ഞാൻ ചെയ്തില്ലേ, ഈ ചെയിനിൻ്റെ മുകളിൽ നിന്ന് ഒരു ചെയിൻ ഇവിടെ ഇടുക. ഒരു ചെയിൻ ഇട്ടിട്ട് ഇതുവഴി ഇതിൻ്റെ മുകളിൽ തന്നെ ഒരു ഡബിൾ ക്രോഷയും കൂടെ ചെയ്തെടുക്കുക. ചെയ്തെടുത്ത് അപ്പോൾ അതിങ്ങനെ ഒടിഞ്ഞ് വരും. അതിന് വേണ്ടിയിട്ട് പിന്നെ അടുത്തതിൻ്റെ മുകളിൽ നിന്ന് ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. ഒരിത്ര നീളത്തിൽ ഒരു നീളത്തിൽ ഡബിൾ ക്രോഷ്, കഴുത്ത് ഫ്രണ്ട് നെക്കാണിത്. അപ്പോൾ ഇത്രയും നീളത്തിൽ ഡബിൾ ക്രോഷേ ചെയ്തെടുക്കണം. ഞാനത്തിന് ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. ഇത്രയും നീളത്തിൽ ഞാൻ ചെയിനിട്ട്, ഇത് ഫ്രണ്ട് നെക്കിൻ്റെ സൈഡാണത്. അപ്പോൾ അതവിടെ അങ്ങനെ ചെയിനിട്ടിട്ട് ഇവിടെ എന്താ ചെയ്തില്ല, ഒരു ചെയിനിടുക. ഒരു ചെയിനിട്ട് അതിൻ്റെ മുകളിൽ തന്നെ ഒരു ഡബിൾ ക്രോഷേ സിംഗിൾ ക്രോഷേ ചെയ്തെടുക്കുക. തെളിഞ്ഞ അടുത്തത് ഇതിൻ്റെ മുകളിൽ ചെയ്തെടുക്കുക. സിംഗിൾ ക്രോഷേ ചെയ്തെടുക്കുക. സിംഗിൾ ക്രോഷേ ചെയ്തിട്ട് ഇവിടെ അങ്ങനെ നടുമടക്കിയിട്ട് നോക്കുക. എത്ര വേണമെന്ന് വെച്ചാൽ എത്രയും നീളത്തിൽ ഇതുവരെ
ഇത് സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കണം, എന്നാലേ അത് ശരിയാവുള്ളൂ. ഇത്രയും വലുപ്പത്തിൽ ബാക്കിയുള്ള സൈഡ് ഇവിടെ ബാക്കിലേക്ക് വരത്തൊക്കെ വെച്ചത്. അപ്പോൾ ഇത്രയും നീളത്തിൽ സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അതേമാതിരി ചെയ്തെടുക്കണം. അപ്പോൾ ഒരു സ്ക്വയർ ഡിസൈൻ ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ ഇത് 2 കൈയിൻ്റെ സൈഡായിട്ട് വരും. അങ്ങനെ വരുന്നത്. ഇനി അടുത്തത് ചെയ്തെടുക്കുക. അടുത്ത എങ്ങനെ ചെയ്യും, സ്റ്റെപ്പ് ചെയ്യുക. അവിടെ അതേമാതിരി 3 ചെയിനിട്ട് 3 ചെയിനിട്ട് പിന്നെ വീണ്ടും 3 ചെയിൻ. അപ്പോൾ ഒരു ഡബിൾ ക്രോഷ്യ. ഇവിടെ ഈ നാലാമത്തേൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇവിടെ വന്നിട്ട് ഇങ്ങനെ വന്നു. ഇനി അടുത്ത് ഒരു 3 രണ്ടെണ്ണം ഒഴിവാക്കിയിട്ട് മൂന്നാമത്തേൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. രണ്ട് ഡബിൾ ക്രോഷ്യ ഇപ്പം കണ്ട്. ഇനി അടുത്തത് അവിടെ ചെയ്തെടുക്കുക. ഇതേമാതിരി വന്നു കണ്ട്. ഇനി അടുത്ത അതേമാതിരി തന്നെ 2 എണ്ണം ഒഴിവാക്കിയിട്ട് മൂന്നാമത്തേൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇതേമാതിരി വന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ചെയ്തെടുക്കുന്നത്. 2 എണ്ണം ഒഴിവാക്കി മൂന്നാമത്തേക്കാണ്. അപ്പോൾ അത് ഇവിടെ വരെ വന്നത്. അപ്പോൾ അത് നമ്മൾ ചെയ്ത് വെച്ച കോർണർ ഉണ്ടല്ലോ, അവിടെ അങ്ങനെ കോർണർ അതിൻ്റെ മുകളിൽ ചെയ്യുന്നു. അപ്പോൾ രണ്ട് ഡബിൾ ക്രോഷ്യ ഒരു ഇതിൻ്റെ മുകളിൽ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആദ്യം ഒരു കാര്യം ചെയ്യുക, ഒരു ഡബിൾ ക്രോഷ്യ ഇതെല്ലാം കഴിഞ്ഞ് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുന്നുണ്ട്. മൂന്ന് ചെയ്യുന്നുണ്ട്. അങ്ങനെ വന്നത് കോർണറിൽ കണ്ടോ. ഇനി അടുപ്പിച്ചൊന്നും കൂടെ ചെയ്യണം, എന്നാലേ ഇത് സ്ക്വയറായിട്ട് കിട്ടുള്ളൂ.
അതിന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഡബിൾ ക്രോഷ്യേൻ്റെ മുകളിൽ ഇവിടെ ഒരു ഡബിൾ ക്രോഷ്യ ഉണ്ടല്ലോ ചെയ്ത് വെച്ചിട്ടുള്ള അതിൻ്റെ മുകളിൽ നിന്ന് ഒന്നും കൂടെ ചെയ്ത് കൊടുക്കുക. ഇതേമാതിരി വളവിൻ്റെ ഇവിടെ അങ്ങനെ വളർന്നായിട്ട് കണ്ടു ഇതേമാതിരി വന്നു. അപ്പോൾ സ്ക്വയർ ആവുന്ന സമയത്ത് ഇവിടെ സ്ക്വയറായിട്ട് കിട്ടുമല്ലോ. ഇനി അടുത്ത അടുത്ത അതേമാതിരി ഇവിടുത്തെ 2 ചെയിൻ ഒഴിവാക്കിയിട്ട് മൂന്നാമത്തെ ചെയിനിൻ്റെ മുകളിൽ സ്ക്വയർ ചെയ്യുക, ഡബിൾ ക്രോഷ്യ ചെയ്യുക. അങ്ങനെ സ്ക്വയറായിട്ട് വന്നു അടുപ്പിച്ച് ഇതേമാതിരി ഇവിടെ അങ്ങനെ ഇത് കയ്യിൻ്റെ ഭാഗമാണ് കേട്ടോ. കൈ വരുന്ന കോളറിൻ്റെ കൈ വരുന്ന അല്ല ഈ നെക്കിൻ്റെ കൈ വരുന്ന സൈഡത്തെ ഭാഗം എവിടെ എത്തുന്ന സമയത്ത് ചെയ്യുന്ന വിധം കാണിച്ചു തരാം. ഇത് കഴുത്തിൻ്റെ ഫ്രണ്ട് പോർഷൻ. അപ്പോൾ ഇതുവരെ ഇതേമാതിരി ചെയ്തെടുക്കണം. അവിടെ അതേമാതിരി ഇത്ര നീളത്തിൽ ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട്. അതവിടെ ഈ കോർണർ എത്തിയ സമയത്ത് ഇവിടെ ഇതിന് ഒരു ഡബിൾ ക്രോഷ്യ ഉണ്ടല്ലോ, ആ ഡബിൾ ക്രോഷ്യേൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്ത് വീണ്ടും ഇതേമാതിരി 3 ചെയിനിട്ടിട്ട് ഇതവിടെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. പിന്നെ അതാ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ 2 ഡബിൾ ക്രോഷ്യ. ഇതേമാതിരി ചെയ്തെടുത്തു. വീണ്ടും അടുപ്പിച്ച് രണ്ടെണ്ണം ചെയ്ത് ഈ ഡബിൾ ക്രോഷ്യേൻ്റെ മുകളിൽ നിന്ന് ഇതേമാതിരി ചെയ്തെടുക്കുക, അടുപ്പിച്ച് ചെയ്യണം. ചെയ്തിട്ട് കോർണറിൽ തിരിഞ്ഞ് വന്നതാണ് ഇതേമാതിരി വരും. ഇനിയിപ്പോൾ ഇവിടെ ഇതേമാതിരി ചെയ്തെടുക്കുക, ഇതേമാതിരി തന്നെ ചെയ്തെടുക്കുക. പിന്നെ ഇവിടെ നീളത്തിൽ ചെയ്തത് അവിടെ ഇതേമാതിരി ഈ കോർണർ വരുന്നുണ്ടല്ലോ, അവിടെ ഇതേമാതിരി ചെയ്തെടുത്ത് ഈ റൗണ്ട് ഫുള്ളായിട്ട് എടുക്കണം. അതേമാതിരി ഉണ്ടാവും ഈ സ്ക്വയർ ഡിസൈൻ ഇതുവരെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത് അപ്പോൾ ഇതേമാതിരി തന്നെയാണ് ചെയ്യുന്നത് ഫുള്ളായിട്ട്. അടുത്ത് ചെയ്യുന്നത് ജമയുടെ തോടിയിലെ പങ്കായം ഇവരെ കൊണ്ടുവരണല്ലോ. തോടിയിലെ പങ്കായം ഇവിടെ ചെയ്തിന് എടുത്ത് ഇവിടെ നിന്ന് എടുക്കുക.
പങ്കായം മൂന്ന് ചെയിന്. ഡബിൾ ക്രോഷേ ചെയ്തെടുത്ത് 4 ഡബിൾ ക്രോഷയാണ് ടോട്ടലായിട്ട് ചെയ്തെടുക്കുന്നത്. അടുത്തത് അതിൻ്റെ മുകളിൽ നിന്ന് ഈ നടുക്കലുള്ളത് അവിടെ നിന്ന് ചെയ്തെടുക്കുക. ഡബിൾ ക്രോഷേ അല്ല, ആദ്യം ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. പിന്നെ 3 ചെയിനുണ്ട്. ഒരു ഡബിൾ ക്രോഷേ ചെയ്യും. വീണ്ടും ഇതിൻ്റെ മുകളിൽ നിന്ന് 2 ഡബിൾ ക്രോഷേ ചെയ്തു. ഇതേമാതിരി വന്നു. ഇതുവരെ ചെയ്തെടുക്കണം. ഇതുവരെ രണ്ടെണ്ണം കൂടെ ചെയ്തെടുക്കുക. ഇവിടെ ഞാൻ വരെ ചെയ്തെടുത്തിന്. ഇവിടെ കോർണർ ചെയ്യുന്ന എഴുതുന്ന കോർണറിലെത്തി ഇവിടുത്തെ ഡബിൾ ക്രോഷേ ഉണ്ടല്ലോ, ഇതിൻ്റെ മുകളിൽ നിന്ന് ചെയ്തെടുക്കണം. ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കണം. അങ്ങനെ വന്നില്ലേ, ഇതിങ്ങനെ ഇതായിട്ട് വന്നു, ഒടിഞ്ഞു വന്നു. ഇനി അടുത്ത് ചെയ്യുന്നത് ഇതിൻ്റെ മുകളിൽ നിന്ന് ഇതിൻ്റെ മുകളിൽ നിന്ന് ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. ഇപ്പോൾ ഇവിടെ അങ്ങനെ ഒടിഞ്ഞ് ഒന്ന് ഒടിഞ്ഞ് വന്ന കണ്ടില്ലേ. ഇവിടെ സ്ക്വയർ ആവുന്ന, അല്ലെങ്കിൽ ഇത് സ്ക്വയറായിട്ട് കിട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്ക്വയർ ഇവിടെ അങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി അടുത്ത് ഇതിൻ്റെ മുകളിൽ തന്നെ സാധാരണമായി തന്നെ ചെയ്തെടുക്കുക. ഈ ഡബിൾ ക്രോഷേൻ്റെ മുകളിൽ നിന്ന് ഡബിൾ ക്രോഷേ ചെയ്ത് സ്ക്വയറിൻ്റെ ഇത് വന്നു. ഈ റൗണ്ടിൽ ഫുള്ളായിട്ട് ഇവിടെയൊക്കെ ഇതേമാതിരി ചെയ്തെടുക്കുക. എന്നിട്ട് ഈ റൗണ്ടിൽ ഫുള്ളായിട്ട് ഇതുവരെ ചെയ്തെടുക്കണം. ഇതുവരെയാണല്ലോ ചെയ്തെടുക്കുക, അപ്പോൾ അതുവരെ ചെയ്തെടുക്കുക. അതേമാതിരി അതുവരെ ചെയ്തെടുക്കുന്ന സമയത്ത് ഈ സ്ക്വയർ ഡിസൈൻ ഇതേമാതിരി ഇടാൻ കാണാനായിട്ട്. ഇനി അടുത്ത രണ്ടെണ്ണമാണല്ലോ സ്റ്റെപ്പ് ചെയ്ത്, ഇനി 2 സ്റ്റെപ്പും കൂടെ ചെയ്തിട്ട് അപ്പോൾ ഇതിൻ്റെ ഈ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇനി വേറൊരു കളർ കൊടുക്കുക. വേറൊരു കളർ കൊടുത്ത് ജോയിൻ്റ് ആക്കുക. അപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്യുക. ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. വെള്ള നൂലിനി വേണ്ട. ഈ കളർ നൂലുകൊണ്ട് ലൈറ്റ് ഓറഞ്ച് കളർ നൂലുണ്ട്.
ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. മൂന്ന് ചെയിനിട്ട് അത് കഴിഞ്ഞ് വീണ്ടും 3 ചെയിനിട്ട് ഇവിടുത്തെ ഇതിന് നാലാമത്തേൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് ഒരു 4 ഡബിൾ ക്രോഷ്യ വേണം ഇതിൻ്റെ മുകളിൽ, നല്ലത് ശരിയാവുന്നു. ഉണ്ടോ? അങ്ങനെ മതി. അടുത്തതിൻ്റെ മുകളിൽ ഇതിൻ്റെ മുകളിൽ ഇവിടെ ഇതിൻ്റെ മുകളിൽ ഡബിൾ ക്രോഷ്യ ഇതേമാതിരി ചെയ്തെടുക്കും. ഇതേമാതിരി ഇവിടെ എത്തുന്ന സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത മാതിരി തന്നെ കൂട്ടി കൊടുക്കുക. അങ്ങനെ ഈ ഒരു റൗണ്ട് ഫുള്ളായിട്ട് ഈ കളർ കൊണ്ട് ചെയ്തെടുക്കുക. ഈ നെക്ക് ഡിസൈനിൻ്റെ വർക്ക് അവിടെ കഴിഞ്ഞു. ഈ നെക്ക് ഡിസൈൻ കാണാൻ ഇതേമാതിരി ഉണ്ടാവും.